KPCC പുനഃസംഘടനയിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. അവസരം ലഭിച്ചത് സ്ഥിരം മുഖങ്ങൾക്കാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരൻ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായാണ് ഇന്ന് വി ഡി സതീശൻ പ്രതികരിച്ചത്. ഇത്ര തൃപ്തി മുൻപ് ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കെ സുധാകരന്റെ പരിഹാസം. ഇടഞ്ഞ കെ മുരളീധരനെ ഏതായാലും നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ച് പദയാത്രയിൽ പങ്കെടുപ്പിക്കുന്നു. എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. ഇത്രയും ചോദ്യം നിങ്ങൾ അതൊന്നും ഈ ചോദ്യമൊന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ടാ ഇതൊക്കെ ഉണ്ടാകും. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഒന്നും അനുടയ്ക്കൊന്നും കിട്ടൂല. നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നതാണ് കേട്ടോ. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് എല്ലാരും വിളിച്ചിരുന്നു. കാരണം അങ്ങനത്തെ ഒരു തെറ്റായിട്ടുള്ള ഞാൻ പറയുമ്പോൾ കൺവീനറോട് പറഞ്ഞിട്ടാ പോകുന്നത്. കൺവീനർ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് കൺവീനറോട് പറഞ്ഞിരുന്നു ഞാൻ പോവാ. കാരണം ഇന്നലത്തോടെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, ജാഥ കഴിഞ്ഞല്ലോ ഒന്നല്ലേ. ഇതിപ്പോ UDFന്റെ യാത്രയാണ്. KPCC പറഞ്ഞിട്ടുള്ളത് എല്ലാ ജാഥകളും ചെങ്ങന്നൂര് സംഗമിച്ച് സമാപനം. ഏതായാലും അമർഷമുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക വെടിനിർത്തലിലാണ് ഇപ്പോൾ AI ഗ്രൂപ്പുകൾ. പ്രവർത്തകർ എതിരാകുമെന്ന് ഭയന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കൾ ആഞ്ഞടിക്കും എന്നാണ് കരുതുന്നത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം ഏതായാലും ചാണ്ടി ഉമ്മൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാനത് വ്യക്തമാണ്. ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കുക സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്, എൻ്റെ പ്രസിഡന്റിനോട്, എൻ്റെ നേതാക്കള് ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. റോഷിപാലും ഒപ്പം ജെയ്സൺ ചാമോളപ്പിലുമാണ് ചേരുന്നത്. ജെയ്സൺ, ഏതായാലും വലിയ അതൃപ്തി പുകയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കെ മുരളീധരൻ അത് കൃത്യമായി തന്നെ ഇന്നലെ ജോസ് വെള്ളൂരിനെ നിയമിച്ചതിലൊക്കെ പ്രതികരണം തരികയും ചെയ്തതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇങ്ങനെ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തുന്നത് ബാധിക്കും എന്ന തോന്നൽ ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് എത്തുകയാണോ, അതോ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ? എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? വിനീത, ഇന്നലെ വൈകിട്ട് അവിടുത്തെ ജാഥ പൂർത്തിയായ ശേഷം നേരെ എത്തിയത് ഗുരുവായൂരിലേക്കാണ്. ആ വരവ് ഒട്ടും തൃപ്തിയോടുകൂടിയുള്ള വരവല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ന് തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുമായിരുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു തന്നെയാണ് ഗുരുവായൂരിൽ തങ്ങിയത്. വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. പക്ഷേ പിന്നീട് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ തന്നെ വിളിച്ചുവെന്ന് അദ്ദേഹം തന്നെ നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരമൊരു മാറ്റത്തിലേക്ക് തീരുമാനം മാറ്റാൻ ഇടയാക്കിയത്. അദ്ദേഹം പറയുന്ന അതിന് പ്രധാനപ്പെട്ട വിശദീകരണം കഴിഞ്ഞ ദിവസം തന്നെ UDF കൺവീനറോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ജാഥ അവസാനിച്ചിരുന്നു, UDFന്റെ ജാഥയാണ്, അതിൽ തിക്കും തിരക്കും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇന്ന് വരുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ വലിയ വാർത്തയായതോടുകൂടി അവർ തന്നെ നേരിട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയും ഇല്ലെങ്കിൽ അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടാകുമെന്ന പരാമർശം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്ന് വരാൻ തയ്യാറായത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക്, അതായത് സംഘടനാ ഭാരവാഹികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. ഏതായാലും 2 മണിക്ക് അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടു. 7 മണിയോടുകൂടി അവിടെ എത്തിച്ചേരും. ഏതായാലും ആ വിവാദം അവസാനിപ്പിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശം. ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് 7 മണിക്ക് അവിടെ എത്തിച്ചേർന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ അത് കണ്ടറിയേണ്ടി വരും. പക്ഷേ താൽക്കാലികമായ ഒരു ശാന്തത, ഒരു വിരാമം, വിവാദങ്ങൾക്ക് വിരാമം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിരവധി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. വിനീത, ശരി. ഏതായാലും കെ മുരളീധരൻ കാർ മാർഗമാണ് തിരിച്ചിരിക്കുന്നത് പന്തളത്തേക്ക് എന്നതാണ് ജെയ്സൺ വിവരങ്ങൾ നൽകായിരുന്നു. റോഷിപാൽ കൂടിയുണ്ട്. റോഷിപാൽ,
ഇതിലിപ്പോൾ ജംബോ കമ്മിറ്റി വന്നതിന് പിന്നാലെ വലിയ അതൃപ്തിയുണ്ട് മുതിർന്ന നേതാക്കളിൽ പലർക്കും. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടേണ്ടുന്ന ഒരു സമയമാണ് എന്ന തോന്നലുണ്ട്. ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ ഉയർത്തി വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ സംഘടനയിലെ അസ്വാരസ്യങ്ങളൊന്നും പുറത്തു കാണിക്കേണ്ട എന്നതാണോ, താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിനീത, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അമർഷം മനസ്സിലൊതുക്കി തൽക്കാലത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആലോചനയാണ് AI ഗ്രൂപ്പുകൾക്കുള്ളത്. ചാണ്ടി ഉമ്മന് സമാന നിലപാടാണ്. ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തിൽ അത് വ്യക്തവുമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. ഏതെങ്കിലും തരത്തിൽ ഭിന്നത രൂക്ഷമായി കഴിഞ്ഞാൽ അത് പ്രവർത്തകർക്കാണ് അതിന്റെ തിരിച്ചടി ഉണ്ടാവുക. അങ്ങനെ വന്നാൽ പ്രവർത്തകർ ഒന്നാകെ നേതാക്കൾക്ക് എതിരാകുമെന്ന ആശങ്കയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും വരും ദിവസങ്ങളിൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അസംതൃപ്തി അവർ പരസ്യമാക്കാൻ സാധ്യതയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തൽക്കാലത്തേക്കുള്ള ഒരു വെടിനിർത്തൽ എന്ന രീതിയിൽ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട് കൂട്ടരാജിക്ക് വരെ ഐ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ തയ്യാറായതാണ്. രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് അവരോട് തൽക്കാലത്തേക്ക് പരസ്യ പ്രതികരണവും പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്ന നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചത്. സമാനമായി തന്നെ എ ഗ്രൂപ്പും നിലപാടെടുക്കുന്നു. ചാണ്ടി ഉമ്മൻ നിലപാടെടുത്തു കഴിഞ്ഞു. ഇനി പ്രതിപക്ഷ നേതാവിനും കെ മുരളീധരനും അടക്കം ഈ പ്രതിഷേധമുണ്ട്. എങ്കിൽ പോലും അവർ അതുപോലെ പാർട്ടിയെ തൽക്കാലത്തേക്ക് പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്താൻ സാധ്യത കുറവാണ്. ഏതായാലും കെ മുരളീധരൻ നേരെ റോഡ് മാർഗം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും. ഒരുപക്ഷെ നാളെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ മുരളീധരന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. AI ഗ്രൂപ്പുകളും ചാണ്ടി ഉമ്മനും ഇനി തൽക്കാലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങൾ പരസ്യമായി നടത്തില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. വിനീത.